ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗ് ഇതിൽ കാണിക്കാമെന്ന് ഞാനൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ ലീഗും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലീഗ്. ഇതിന് 9 പേര് എങ്ങാണ്ടുണ്ട്. നമുക്കിപ്പം അവിടെ വെച്ച് മാച്ച് വെച്ച് നോക്കാം. സത്യമൊന്നും നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഇപ്പം നമുക്ക് ഓഫ്ലൈനിലാണ് കാണാൻ സാധിക്കുന്നത്. മാക്സിമം മാത്രം പുള്ളിക്കാരൻ ഓഫ്ലൈൻ കാണുന്നുണ്ട്. അപ്പം ലീഗിൻ്റെ പേര് കേരള ഇലക്ഷൻ എന്നാണ്. മാക്സിമം ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഞങ്ങൾ ഇതിനകത്തോട്ട് ഒരു 9 പേരെ കയറ്റുന്നുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ കയറുക. ഇതിനകത്താണ് ഇത്രയും പേരാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഓടിയാറുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഇതാണ് എൻ്റെ കൂടെ വന്നങ്ങളിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ അത് ശരിയായില്ല, അവൻ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഇതാണ് അവൻ്റെ ലൈനപ്പ്. ഓക്കെ, ഇതാണ് അവൻ്റെ ലൈനപ്പ്. അത്യാവശ്യം നല്ലൊരു ലൈനപ്പാണ്. ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനോടൈസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പകുതിയോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇന്നായിട്ടാണ് ഒരു ഡൈനോടൈസും എന്തൊക്കെയാണ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഡൈനോടൈസ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ ആൾ ഓഫ് ലെജൻസ്, ഐക്കൺ ക്രോണിക്കിൾസ് അങ്ങോട്ടും എല്ലാം സിമ്പിളായിട്ടുള്ളത് ഒരു ഇതാണ്. കാര്യങ്ങളൊക്കെ ഡൈനോടൈസ് ഇവിടുന്ന് ഇവിടെ എനിക്കെന്തോ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഒരാളെ റാങ്ക് അപ്പ് ചെയ്യുവാണെങ്കിൽ കമ്പടോ അങ്ങോട്ട് കിട്ടുന്നതാണ്. ഞാനും ആദ്യമായിട്ടൊക്കെയാണ് കളിക്കുന്നത്. നോക്കാം, 500 ഡയമണ്ട്സ് അങ്ങോട്ട് കിട്ടി. എനിക്ക് 100 എണ്ണം കിട്ടി. നമുക്ക് ഈസായിട്ട് പോകാൻ തുറക്കാം. ഇപ്പം 3000 പാക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഡൈനോടൈസിൻ്റെ. അത് മാത്രം നിങ്ങൾ പോയി തുറക്കാവുള്ളൂ. 100 വെച്ച് എന്തായാലും ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. നല്ല കിട്ടുകയാണ്. 1 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ. ഏതായിട്ട് ഇതൊന്ന് സംഭവം വർക്ക് നോക്കാം. നമുക്ക് 300 ഡയമണ്ട്സ് കിട്ടി. ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് തുറക്കണമെങ്കിൽ ഇത് രണ്ടും കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് ആക്കുവാണെങ്കിൽ നമുക്കിവിടെ 65 എഴുതുന്ന പ്ലെയറിനെ കിട്ടും. ഇവിടെയാണെങ്കിൽ 93 പ്ലെയറിനെ കിട്ടും. അപ്പം നമുക്ക് നൈസായിട്ട് പോയി മെയിൻ ചാപ്റ്റർ ഒന്ന് കളിച്ചെടുക്കാം. മെയിൻ ചാപ്റ്റർ എന്താക്കുന്നുണ്ടെന്ന് എനിക്കിത് പറഞ്ഞുതരാം. മെയിൻ ചാപ്റ്ററിലാണ്ട് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്ക് ഡിവിഷൻ റിവാർഡ്സ് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 200 പോയിൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കി നോക്കാം. ഞാനിവിടെ ഒരു ACB നമുക്ക് നമ്മുടെ ഒരു ക്ലബ്ബുമായിട്ടൊക്കെ ഹാരിക്കേൻ്റെ ഒരു 108 ഉയർന്നുള്ളൊരു ക്ലബിനോട് കളിക്കാനാണ് വന്നിരിക്കുന്നത്. കളിച്ചാൽ എനിക്കറിയത്തില്ല, തോക്കുമായിരിക്കും. നമുക്കൊന്നുണ്ട്, അതോർത്ത് നമ്മൾ കളിക്കാം. അപ്പോൾ ഞാൻ ഇത് 2 പ്രാവശ്യം കളിച്ചിട്ട് വരാം. ഓക്കെ, പിന്നെ 1ാമത്തെ ഗെയിമിലെ മാത്രമേ നിങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ കളി ആരും കണ്ടിട്ടില്ല. ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് ഹാർഡ് ബ്രേക്കിൽ വെച്ച് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്യാൻ നോക്കി, നടന്നില്ല. റോബർട്ട്സ് ഓക്കെ, നമ്മുടെ ഡിലീറ്റ് സീനാണ് കണ്ടത്. ബെൻസിമ നമുക്ക് ഹാരിക്കേൻ എടുക്കാം. ഇനി നമുക്ക് ഡാൻസ് സീന്. ഗൈസ്, ഇത് നല്ല ഒരു കയറ്റമായിരുന്നു. അവരുടെ ഡിഫൻസ് നമുക്ക് സെറ്റാണ്. അവരുടെ ഉയർന്ന് പറഞ്ഞാൽ 108 അങ്ങനെയാണ്. നമ്മുടെ ഉയർ 97. നോക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഗോളൊന്നും അടിച്ചിട്ടില്ല. ഒരേ ഗോളിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഫ്രീ കിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയായിട്ടല്ല വന്നത്, നമ്മൾ ഓട്ടോമാറ്റിക്കായി പോയി അറിയാതെ വെക്കാൻഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്കതിനെ അടിച്ചു നോക്കാം. ബെൻസിൻ്റെ ഞാനൊക്കെ ഗോൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ ലൈനപ്പ് ഓക്കെ. നമ്മളെന്തായാലും ഒരു കളി കളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സംഭവം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഡിസീസ് അറ്റാക്ക് കളിച്ചിട്ട് വരാൻ തോന്നി. എന്തായാലും ഡിസീസ് അറ്റാക്ക് കളിക്കാം. എന്നാൽ കുറേ ലോങ് വീഡിയോ ആണത്. എന്താണ് അത് പോസ് ചെയ്ത് ബെൻസിനോട് ഗോൾ അടിച്ചതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. ഇവിടെ അപ്പുറത്ത് വന്നേക്കുന്നത് നമ്മളാണ്. മിക്കവാറും ജയിക്കാൻ സാധ്യത നമ്മളാണ്. ഓക്കെ, അപ്പം ബേസിക് ചാൻസസ് ആണ് കൂടുതലും. അവരുടെ ചാൻസസ് ഗ്രേറ്റ് ചാൻസസ് നോക്കാം. എവിടാ മൂഞ്ചിട്ടുണ്ട്.
അവരുടെ ടീം എന്ന് പറഞ്ഞാൽ സിമ്മൻ ടീമാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ അമ്മാരി ടീം കാര്യങ്ങളൊക്കെയാണ് അവരുടെ. നമുക്ക് നോക്കാം അവിടെ അടിക്കുമോ എന്ന്. ഇല്ല കണ്ടില്ലേ, കയറാൻ പോലും സമ്മതിക്കുന്നില്ല. ഓക്കെ കണ്ടാൽ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, നമ്മളോട് ഇത്ര നേരം ഉറപ്പില്ല. ഓപ്പോസിറ്റ് വന്നേക്കുന്ന പ്ലെയർ 2 ഗോൾ അടിച്ചു. നമ്മൾ കുറച്ച് ഗോളെ അടിച്ചിട്ടുള്ളൂ. ലീഗിലോട്ട് കയറേണ്ടവർ പറയുക എത്തുന്നതായിരിക്കും. അവർ കുറേ സ്റ്റിക്കേഴ്സ് ഞങ്ങൾക്ക് ഇടുന്നുണ്ട്. ഉണ്ടാക്കാം, ലീഗിലോട്ട് വിളിച്ചു നോക്കാം. ഇതെന്തായാലും ഒരു പവർ ഷോട്ടാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. പക്ഷേ ഗോളി 102 ആയതുകൊണ്ട് തന്നെ ഒരു ഗോളൊന്നും കയറ്റുന്നില്ല. ഒരു ബൈസൈക്കിൾ നോക്കി, നടക്കുന്നില്ല. നമ്മുടെ അത്ര നല്ല ഗോളിയും നമ്മുടെ പിന്നെ ട്രിപ്പ് പറഞ്ഞാൽ എഴുതി പറഞ്ഞാൽ ഇത് കണ്ടില്ല. അതിങ്ങനെ ഞാനിപ്പോൾ കൈവെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല. എൻ്റെ ഇതിങ്ങനെ വെക്കുന്നത് ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് റോബർട്ടോ കാർലോസിനെയൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലൊരു ഇതാണ്. ഓക്കെ നമ്മൾ തോക്കും വേറെ ലീഗ് 2. ഓക്കെ ലീഗ് 2 അവനത് F1 എന്ന് പറയുന്നത് ലീഗിലവനുണ്ട്. നമ്മളതിന് ജയിക്കണമെങ്കിൽ മറ്റേ മാച്ച് കളിക്കണം. അത് കളിയിൽ കുറേ നേരം എടുക്കും. അത് കളിക്കാത്തത്. പിന്നെ എന്തായാലും അത് കളിക്കാൻ വേറെ വഴിയില്ല. എന്തായാലും നേരെ പോയി അത് കളിച്ചിട്ട് വരാം. അപ്പോൾ കളിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് തന്നെ ഇത് കണ്ടില്ലേ, ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ സാധനം നമുക്കിനി ക്ലൈം ചെയ്യാനും നല്ലോണം പറ്റും. അപ്പം ക്ലൈം ചെയ്യാം. ഈ ഒരു പാക്ക്, ഓക്കെ ഈ ഒരു പാക്ക് നല്ലൊരു പാക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാക്കാണ്. നമുക്ക് തുറന്നാക്കാം. ഇപ്പം നമുക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ഡൈനാമിക് കണക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനങ്ങളൊക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് അങ്ങോട്ട് നോക്കുക. ഇവിടെയാണ് ഷഫ്ലി വന്നത്. ഷഫ്ലിയൊക്കെ അവിടെ നിന്നാണ് റിവേഴ്സ് അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്തായാലും കിട്ടും നല്ല നമ്പർ. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നല്ല റിവാർഡ്സ് കിട്ടുന്നതാണ്. നോക്കാം. പ്ലേയേഴ്സിനെ നോക്കിയിട്ട് 1 ലക്ഷം രൂപ നമുക്ക് എത്ര ഉള്ളതാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഏത് തുറക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് തുറക്കാം. ഓക്കെ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ തുറക്കാം. ഇത് തുറക്കാം. നല്ലതാണ് കിട്ടിയാണ്. നല്ലൊരാളെ കിട്ടി. ഒരാളാണ് കിട്ടിയത്. ഇതിൻ്റെ ഒന്നാണ് ഇത് മുഴുവൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് 93 റാക്കർ കാണിക്കും. ഇവിടെ കിട്ട് ഏതായാലും ഉണ്ടോ നോക്കിയിട്ടാണ്. ഇപ്പോൾ മെയിനിൽ പോയിട്ട് നോക്കാം. ഏതായാലും ഉണ്ടോ നോക്കാം. മെയിനിൽ പോയിട്ട് നോക്കാം. ഇവിടെ ഇതായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇവിടെ പ്ലേയേഴ്സിനെ 10 ടൈംസ് ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ഇതെന്തോ കിട്ടുന്നുണ്ട്. 200 അങ്ങോട്ട് കിട്ടും. 100 അങ്ങോട്ട് കിട്ടും. 100 ഓക്കെ സോറി 200 അല്ല 100 കിട്ടും. എന്തായാലും റോബർട്ട്സണിനെ ട്രെയിൻ ചെയ്യാനാണ് വെച്ചത്. ഹാരിക്കാൻ വെച്ചാണ് വെച്ചത്. ഇവിടെ ഇതിനകത്ത് 70 ഉള്ള വയസ്സ് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. എത്ര ചെയ്യാൻ പറ്റത്തില്ല. 10 ആക്കിയേക്കാം. 10 ആക്കിയാൽ മതി. 10 മതി. 10ൻ്റെ പകുതി ആക്കാം. 10ൻ്റെ ലാസ്റ്റ് വരെ ട്രെയിൻ ചെയ്യാം. അപ്പം ആയിരിക്കും നമ്മൾ 10 ആക്കിയിട്ടുള്ളത്. ഇപ്പം അടുത്ത് കെറ്റ്സോ എന്നാണ് തോന്നുന്നത്. ഡൈനാട്ടൈസിക്കാനൊക്കെ നോക്കാം. കെറ്റ്സ് നമുക്ക് ഓപ്പണായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പണായെങ്കിൽ കുറേ തുറക്കായിരുന്നു.
മെയിനിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കിട്ടണമായിരുന്നു. കിട്ടണം. ഓ 10 വരെ നമുക്ക് 10 വരെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിവിടെ കാണിക്കുന്നുണ്ട് 10 വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. 10 വരെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 100 എണ്ണം കിട്ടുന്ന വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഒരു യൂണിവേഴ്സൽ ടോക്കൺ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറിൽ നിന്ന് കുറേ എടുക്കാം. ഇത് 3000 ഡയമണ്ട് കനടൊക്കെ 3000 ആക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് കുറേ എടുക്കാം. പിന്നെ ഡൈനോടൈസ് നമ്മൾ കളിച്ചു കഴിഞ്ഞു. അടുത്ത ലീഗിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുള്ള ഈ ആപ്ലിക്കേഷൻ കൂടുന്നെങ്കിൽ ഇവിടെ ലീഗിന് അക്ടോബറിനാണ് ഈ വർഷത്തെ ചാമ്പ്യനായിരിക്കുന്നത്. നമുക്ക് ഇനി ടൂർണമെൻറ്റ് ഇട്ട് നോക്കാം. അതൊക്കെ കയറിയാണ് ടൂർണമെൻറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവർ വിളിച്ചു നമ്മൾ തോറ്റു വിടുന്നുണ്ട്. അതിൻ്റെ ഒപ്പോണൻ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഒരു നമ്പേഴ്സ് വെച്ച് നടക്കത്തുള്ളൂ, നമ്പേഴ്സ് വെച്ച് നടക്കത്തില്ല. അപ്പം ഈ ആപ്ലിക്കേഷൻ വന്ന ഒരാളെ നമ്മൾ കയറ്റുന്നതായിരിക്കും. ആരൊക്കെ വന്നിട്ടുണ്ട് ചാനലിലേക്ക് നോക്കാം. അതിന് നല്ല അത്ര ഒന്നുമില്ല. അപ്പം ലെവല് കൂടുതലുള്ള ഒരാളിടണം. 95 കഴിയാറ്. ഈ ആളെ എടുക്കാൻ പറ്റുന്നത് നോക്കാം. വലിയ ആൾക്കാരനല്ലെന്ന് തോന്നുന്നു. അപ്പം പക്ഷെ എനിക്ക് ടൂർണമെൻറ്റ് എനിക്ക് ആൾക്കാരൊക്കെ വേണം. എന്താ നമുക്ക് നൈസായിട്ട് ഒരു 95 ഇയാളുടെ നോക്കാം. ഫസ്റ്റ് ഒന്നാളുടെ ഇയാളുടെ കുഴപ്പമില്ലാത്ത ലൈനപ്പാണ്. ഇഷ്ടപ്പെട്ടൊക്കെ ഗോളിയൊക്കെ അത്യാവശ്യം നല്ല ലൈനപ്പാണ്. പക്ഷെ ഇയാളെ തന്നെ നമ്മുടെ ലീഗിലോട്ട് എടുത്തേക്കാം. ഇതിനൊരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. നമുക്ക് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ടൂർണമെൻറ്റ് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടൂർണമെൻറ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് ടൂർണമെൻറ്റ് വരുമ്പോൾ കാണാം. ഇയാളെ ഞാൻ ചാമ്പ്യൻഷിപ്പ് കാണാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ചാമ്പ്യൻഷിപ്പ് ഇട്ടിട്ടുണ്ട്. ലീഗിലെ മെമ്പേഴ്സ് വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് കണ്ടറിയാം. ഇതൊന്ന് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ കാണിട്ടേക്കണേ. അപ്പം ഇവിടെ ടൂർണമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കാം. ഞങ്ങൾ രണ്ടുപേര് കളിച്ചില്ല. ഫോൺ കിട്ടി. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. എനിക്ക് ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റില്ല. എന്തായാലും എക്സ്ചേഞ്ച് പോയിട്ട് എംപ്ലോയ്മെൻറ്റ് നോക്കാം. ആരെയാണ് കിട്ടാറൊന്നുമില്ല. ഓരോരുള്ള സ്കോറിനെ കുറിച്ച് അങ്ങനെ കണ്ട് കിട്ടുന്നുണ്ടല്ലോ. ചുമ്മാ പറഞ്ഞു ഇന്ത്യയിലെ CM കിട്ടി. ടൂർണമെൻറ്റ് ആയിരുന്നില്ല. നല്ല തുറക്കാമെന്ന് പിന്നെ കുറേ പേര് സംശയമാണ് അക്കൗണ്ട് എങ്ങനെ ബൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ലൈനപ്പ് ഇതാണ്. അപ്പം അടുത്ത വീഡിയോ കാണാൻ. അപ്പം തെറ്റാ ഈ